കണ്ണൂരിലെ കൊട്ടിക്കലാശം പുരോഗമിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. ജനാധിപത്യത്തിന്റെ ഉത്സവഭരിതമായ അന്തരീക്ഷമൊരുക്കി ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആഗതമായിരിക്കുകയാണ്. നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ ജനകീയനായ ഒരു ജനസാരഥി നമ്മെ നയിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നാടിന്റെ എല്ലാ കോണുകളിലേക്കും വികസനം എത്തിച്ച നാടിന്റെ പ്രിയങ്കരൻ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഇക്കുറിയും ഇടതുപക്ഷത്തിനായി ജനവിധി തേടുന്നത്. ജനഹൃദയങ്ങളുടെ സ്പന്ദനമായി സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ സ്വന്തം ലക്ഷ്യങ്ങളാക്കി മാറ്റി സേവനത്തെ സത്യപ്രതിജ്ഞയാക്കി ജീവിതം സമർപ്പിച്ച വികസന പാതയിൽ കണ്ണൂർ മണ്ഡലത്തെ മുന്നോട്ട് നയിക്കാൻ ദൃഢനിശ്ചയത്തോടെ എത്തിയിരിക്കുന്ന നമ്മുടെ സാരഥി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിക്കേണ്ടത് ആവശ്യമാണ്. കാലഘട്ടത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ സാരഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി വാഹനത്തിന് പിന്നാലെ കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, കണ്ണൂരിന്റെ വികസനത്തിന്റെ പെരുമഴ കേട്ടുകൊണ്ട് മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, പരസ്യ പ്രചാരണം അവസാന ലാപ്പിലാണ്. മുന്നണികൾ ആവേശത്തിലാണോ ഉള്ളത്? കൃഷ്ണന്തു, തീർച്ചയായും വലിയ ആവേശത്തോടു കൂടിയുള്ള കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഏപ്രിൽ 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കേരളം വിധി എഴുതുക? അതിന്റെ ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിന്റെ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നടക്കുന്നത്. രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ആനയിച്ചുകൊണ്ടുള്ള LDFന്റെ കൊട്ടിക്കലാശത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. BJPയുടെയും NDAയുടെയും അതോടൊപ്പം തന്നെ UDFന്റെയും കൊട്ടിക്കലാശവും കണ്ണൂർ നഗരത്തിൽ തന്നെ നടക്കുന്നു. തൊട്ടുപിറകിൽ തന്നെ NDAയുടെ കൊട്ടിക്കലാശമുണ്ട്. സിറ്റി ഭാഗത്ത് നിന്നും UDFന്റെ കൊട്ടിക്കലാശം നടക്കുന്നു. അങ്ങനെ 3 മുന്നണികളും കണ്ണൂർ നിയമസഭാ മണ്ഡലം, നമുക്കറിയാം കണ്ണൂരിൽ വലിയ രീതിയിലുള്ള കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ വലിയ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിൽ എങ്ങനെയാണ് കണ്ണൂർ വിധി എഴുതുക? ഇതുവരെ നടന്ന ഈ 3 ആഴ്ചക്കാലം നടന്ന പ്രചരണ പ്രവർത്തനങ്ങൾ, ആ പ്രചരണ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോടു കൂടി മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ആനയിച്ചുകൊണ്ട് കൊട്ടിക്കലാശം കണ്ണൂർ പ്ലാസ ജംഗ്ഷനിൽ നിന്നാണ് ആരംഭിച്ചത്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ കൊട്ടിക്കലാശം ആരംഭിച്ചത്. കണ്ണൂരിൽ കടന്നപ്പള്ളി അല്ലാതെ മറ്റാര് എന്ന കൂറ്റൻ ബാനറുകൾ ഉയർത്തിയാണ് കടന്നപ്പള്ളിയെ ആനയിച്ചുകൊണ്ടുള്ള ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ചേരുകയാണ്. ജയരേട്ട, കൊട്ടിക്കലാശമാണ്. തുടർഭരണം 3ാം ഭരണത്തിലേക്ക് പിണറായി 3 ലോഡിംഗ് എന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. തീർച്ചയായും ഇടതുപക്ഷ മുന്നണി ഉയരങ്ങളിലേക്ക് 3ാം ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരും. ഒരു സംശയം ആർക്കും വേണ്ട.
ഒരു മഹാപ്രവാഹം. വലിയ ആവേശമാണ് എല്ലാ സ്ഥലങ്ങളിലും. കേരള ജനതയുടെ വികാരമാണ് ഇടതുപക്ഷം ജയിക്കണം, ജയിച്ചു വരണമെന്നത്. ആ വികാരമാണ് ഈ ഒഴുകി വരുന്ന മഹാ ജനപ്രവാഹം. ഇനി കരുത്തോടുകൂടി മുന്നോട്ട്. വലിയ ആവേശമാണ്, എല്ലാവരും വലിയ ആവേശം. എല്ലാ രംഗത്തും ആവേശമാണ്. പ്രതീക്ഷയാണത്, വിശ്വാസമാണ്, നാടിന്റെ കരുത്താണത്. കണ്ണൂരിന്റെ ഒരു അവസ്ഥ, കടന്നപ്പള്ളിയുടെ ഒരു അവസ്ഥ, സാഹചര്യം എങ്ങനെയാണ്? ഹാട്രിക് തികക്കോ? കടന്നപ്പള്ളി വീണ്ടും നിയമസാമാജികനായി കേരളത്തിന്റെ രംഗത്തേക്ക് ഉയർന്നു വരും. എന്തായാലും ഇ പി ജയരാജൻ വലിയ ശബ്ദ കോലാഹലങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. എങ്കിലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇ പി ജയരാജൻ സംസാരിച്ചത്. മൂന്നാം LDF സർക്കാർ ഉറപ്പാണെന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. വലിയ നിരവധി പ്രവർത്തകരും ഈ കൃഷിതു കേൾക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു കൊട്ടിക്കലാശം നടക്കുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രനെയും ആനയിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശമാണ് കണ്ണൂർ നഗരത്തിൽ നടക്കുന്നത്. പരസ്യ പ്രചരണം അവസാനിക്കാൻ പോവുകയാണ്. എന്താണ് ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷ? ഏറ്റവും അവസാനത്തെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കും. കേരളം ഇടതുപക്ഷ ജനാധിപത്യം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി തുടരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ ആ നിലക്ക് അംഗീകാരം നൽകും. അതിന്റെ ഭാഗമായി കണ്ണൂരിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. വോട്ടർമാരെ എല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ടോ? പരമാവധി എല്ലാ സ്ഥലങ്ങളിലും പരമാവധി കാണാൻ ശ്രമിച്ചു. എന്തായാലും ജയം ഉറപ്പാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രനുള്ളത്. അദ്ദേഹം പറയുന്നത് ജയം ഉറപ്പാണെന്നാണ്. കണ്ണൂരിൽ നമുക്കറിയാം, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് കണ്ണൂർ. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കടന്നപ്പള്ളി അത്ഭുതം കാട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ അത്ഭുതത്തിന്റെ പ്രതിഫലനം വീണ്ടും ഉണ്ടാകും, വീണ്ടും വിജയിക്കും എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രകടിപ്പിക്കുന്നത്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, കണ്ണൂർ എന്ന് പറയുന്നത് UDFന്റെ പൊന്നാപുരം കോട്ടയാണെങ്കിലും കഴിഞ്ഞ 2 തവണ ഉണ്ടായ വോട്ടിംഗ് പാറ്റേൺ, ആ വോട്ടിംഗ് പാറ്റേണിൽ തന്നെയാണ് ഇപ്പോഴും LDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ആദ്യ തവണ 1200ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ 1700ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതായത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കടന്നപ്പള്ളി രാമചന്ദ്രനെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നത്. ആ ആത്മവിശ്വാസം തുടരും, ആ വിജയം തുടരും എന്നാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശകരമായ കൊട്ടിക്കലാശം എല്ലാ മണ്ഡലങ്ങളിലും നടക്കുകയാണ്. കണ്ണൂരിലും സമാനമായ സ്ഥിതി. കണ്ണൂരിൽ LDFന്റെ കൊട്ടിക്കലാശം ടെലിവിഷൻ ചിഹ്നമാണ് കടന്നപ്പള്ളി രാമചന്ദ്രന്റെ അടയാളം. ആ ചിഹ്നം വഹിച്ചുള്ള പതാകകളെ എന്തുകൊണ്ടാണ് ഭൂരിഭാഗം പ്രവർത്തകരും ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുള്ളത്. സന്തോഷ് കുമാർ MP ഉണ്ട്, അതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ, KP സഹദേവൻ, CPMന്റെ ഏറ്റവും സമുന്നതനായ മുതിർന്ന നേതാവ് KP സഹദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അണിനിരക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു CPIയുടെ ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാറിന്, അങ്ങനെ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ഉണ്ട്. KP പ്രശാന്ത് ഉണ്ട്. അങ്ങനെ ഘടകകക്ഷി നേതാക്കൾ എല്ലാ ആളുകളും അണിനിരന്നുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൊട്ടിക്കലാശമാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണേന്ദു, മനോജ്, ഈ മുന്നണികളൊക്കെ വലിയ ആവേശത്തിനാണ് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നഗരത്തിൽ അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് പോലീസ് നടത്തിയിട്ടുള്ളത്? കൃഷ്ണേന്ദു, ഇന്ന് അല്പം മുമ്പ് കളക്ടർ അരുൺ K. വിജയനും സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞത് സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമായി നടപ്പാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സേനയെ
വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്, കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കൊട്ടിക്കലാശം കഴിയുന്നതോടുകൂടി കണ്ണൂർ ജില്ലയിൽ ആകെ നിരോധനാജ്ഞ വരികയാണ്. 5 പേരിൽ കൂടുതൽ ആളുകൾ ഈ അഞ്ച് പേർക്ക് മാത്രമാണ് കൂട്ടം കൂടി നിൽക്കാൻ കഴിയുക. നിശബ്ദ പ്രചരണത്തിലേക്ക് പോകുമ്പോൾ ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ അത് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. 1500-ലധികം കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളുമില്ലാതെ ഏറ്റവും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, പൊതുജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടു പോകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് സിറ്റി പോലീസ് കമ്മീഷണറും അതോടൊപ്പം തന്നെ കളക്ടറുമൊക്കെ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കൃഷ്ണൻ, കൊട്ടിക്കലാശമൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നഗരത്തിന്റെ ഏത് ഭാഗങ്ങളിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്? നമുക്കറിയാം, ഇത്തവണ ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി UDF-ന്റെ അതിശക്തമായ പ്രചരണം നടന്നിട്ടുണ്ട്. അതായത് അഡ്വക്കേറ്റ് ടി.ഒ. മോഹന്റെ നേതൃത്വത്തിലുള്ള ഒരു അതിശക്തമായ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. സിറ്റി ഭാഗത്ത് നിന്നാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് സിറ്റി. ആ സിറ്റി മേഖലയിൽ നിന്നാണ് UDF-ന്റെ കൊട്ടിക്കലാശം വരുന്നത്. അതിലും നിരവധി പ്രവർത്തകർ അണിനിരന്നുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം തന്നെയാണ് UDF-ന്റെ കൊട്ടിക്കലാശത്തിലും നടക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ NDA-യും വലിയ രീതിയിൽ ഒരു കൊട്ടിക്കലാശത്തിന് നിരവധി പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം NDA-യുടെ ഭാഗത്തു നിന്നുമുണ്ട്. NDA-യുടെ കൊട്ടിക്കലാശവും ഈ ജാഥയുടെ ഈ പ്രകടനത്തിന് തൊട്ട് പിറകിൽ തന്നെ BJP-യുടെ NDA-യുടെ കൊട്ടിക്കലാശവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ.
എന്തായാലും ഈ പി സന്തോഷ് കുമാർ MP കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ രീതിയിലുള്ള കൊട്ടിക്കലാശം എന്ന് പറയുന്നത് നാടിളക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷമാണ് ഈ കൊട്ടിക്കലാശം വരുന്നത്. LDF നേതാക്കളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് കഴിഞ്ഞ തവണ ലഭിച്ചതിലും കൂടുതൽ സീറ്റുകൾ ഇത്തവണ ലഭിക്കും, അധികാരത്തിൽ തിരിച്ചെത്തും LDF എന്നാണ്. അതേ ആത്മവിശ്വാസം തന്നെയാണോ എല്ലാ നേതാക്കളും? ഉറപ്പായിട്ടും LDF-ന്റെ തുടർഭരണം ഉണ്ടാവും. UDF തുടർച്ചയായി മൂന്നാം വട്ടം പ്രതിപക്ഷത്തിരിക്കും. അങ്ങനെ 2 ഹാട്രിക്കാണ്. LDF-നും ഹാട്രിക്ക്, UDF-നും ഹാട്രിക്ക്. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇവിടെ കടന്നപ്പള്ളി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ചരിത്രത്തിൽ ആദ്യമായി ഭരിക്കുന്ന കക്ഷിയോട് ഉള്ള വിരോധമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അതേസമയം പ്രതിപക്ഷത്തോടാണ് ഏറ്റവും കൂടുതൽ വിരോധം. ഇപ്പോൾ മാത്യു കോന്നടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഇന്ന് ചില കാര്യങ്ങളായിട്ട് ഇറങ്ങി വന്നല്ലോ. അപ്പൊ അതൊക്കെ കാണിക്കുന്നത് എത്രമാത്രം നിരാശരാണ് പ്രതിപക്ഷമുള്ളതാണ്. കുഴൽനാടനാണോ കൂതറമാടനാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് ഒരു ഫേക്ക് ID ആരോപണം ഉന്നയിച്ചല്ലോ. അത്രമാത്രം നിരാശാജനകമായ സാഹചര്യത്തിലാണ് UDF. വയനാട് തട്ടിപ്പ് ഫണ്ട് ആണ് ഏറ്റവും വലിയ ആ ഫണ്ട് തട്ടിപ്പാണ് ഇപ്പം ഏറ്റവും വലിയ ഒരു ചർച്ചയായി കേരളത്തിൽ മാറിയത്. പല ഘടകങ്ങളാണ്. കേന്ദ്രമന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP കള്ളപ്പണം ഒഴുക്കി. കോൺഗ്രസ് തെലുങ്കാനയെ ATM ആക്കി എന്നാണ് അവിടുത്തെ അഭിപ്രായം. തെലുങ്കാനയെ ATM ആക്കിയിട്ട് ഇവിടെ പണം തെരഞ്ഞെടുപ്പിൽ ഒഴുക്കി. ഇതൊക്കെയാണെങ്കിലും LDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. രേവന്ത് റെഡ്ഡി പറഞ്ഞത് പോ മോനെ വിജയ എന്നാണ്. രേവന്ത് റെഡ്ഡി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ABVP നേതാവായിരുന്നു. RSS ABVP ആയിട്ട് ഇപ്പോഴും ബന്ധമുള്ള ആളാണ്. ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ അങ്ങോട്ടേക്ക് പോകുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന നേതാവാണ്. ഇതൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാതെ സ്കൂൾ കുട്ടികളെക്കാളത്താണ് നിലവാരത്തിൽ കാര്യം പറഞ്ഞാൽ എന്തൊരു മോശമാണ്. അത്ര കാര്യഗൗരവമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മറുപടി എന്തായാലും കേൾക്കും. അവർ മുഖ്യമന്ത്രിയുടെ നിലവാരത്തിലാണല്ലോ കാര്യങ്ങൾ ഉന്നയിക്കുക. അപ്പൊ തിരിച്ചു പറയോ? ദേശ്മോനെ രേവന്ത എന്ന് പിണറായി പറഞ്ഞതിൽ തെറ്റില്ല. ഞാൻ പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ മറുപടി എല്ലാം വരുന്നത്. ഉത്തരവാദിത്തമുള്ളവർ ആ ഉത്തരവാദിത്തം കാണിക്കണമല്ലോ. രേവന്ത് റെഡ്ഡി ഇവിടെ വന്നിട്ട് ഒരു സാമാന്യ മര്യാദ കാണിക്കാതെ പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടായി. അതിനങ്ങനെ എടുത്താൽ മതി. ഒരു ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയും. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് മാത്രമല്ല, പ്രതിപക്ഷ വിരുദ്ധ വികാരം ശക്തമാണ്. വയനാട് തട്ടിപ്പ് ഫണ്ടോ വയനാട് ഫണ്ട് തട്ടിപ്പോ എന്തായിരുന്നാലും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ആകെ ഇളകി മറിയല്ലേ. ഉത്തരവില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. LDF-നും ഹാട്രിക്ക്, UDF-നും ഹാട്രിക്ക്. അതാണ് തെരഞ്ഞെടുപ്പ് ഫലം. എന്തായാലും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും, വനവാസത്തിന് പോകേണ്ടി വരും VD സതീശൻ. പറവൂരിൽ തന്നെ സതീശന്റെ കാര്യം വളരെ കഷ്ടപ്പാടാണ്. ഞാൻ ടൈസൺ മാസ്റ്റർ അവിടെ ശക്തമായ മത്സരമാണ്. LDF അവിടെ പോയിരുന്നോ? അവിടെ പോയി രണ്ടിടം പോയിരുന്നു. എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? അതാണിപ്പോ എല്ലാവരും അല്ല, ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ടൈസൺ മാസ്റ്റർ ഒരു തുരുപ്പ് ചീട്ടായി മാറും. ടൈസൺ മാസ്റ്റർ ശരണ്യെ പരിചയപ്പെടുന്നതാണ് നല്ലത്. വനവാസത്തിന് പോകാൻ കാട് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ ട്രക്കിങ്ങിന് പോകുന്ന സുധാകരൻ തന്നെ പറഞ്ഞല്ലോ, ചങ്ങാത്തം കൂടിക്കോ എന്നാണോ? ശരണ്യമായി ചങ്ങാത്തം കൂടിക്കോ. അല്ല, ശരണ്യ അതിനകത്ത് എക്സ്പേർട്ടാണ്. അപ്പൊ വനവാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും നന്നായിട്ട്. കാട്ടു പോകുന്നതിന്റെ പോയാലുള്ള അവസ്ഥയെ കുറിച്ചൊക്കെ നല്ലതായിരിക്കും. എന്താണ് BP ദിവാകരൻ കൂടി എന്താണ് ഇങ്ങനെ ഇത്രയും വലിയ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരുന്നു? കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ആത്മവിശ്വാസമാണോ? കൂടുതൽ ഇത്തവണ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും എത്തിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ 10 വർഷവും. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഉണ്ടാക്കിയ ആത്മവിശ്വാസം, ജനങ്ങളോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തുണയാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസം, അതായത് കഴിഞ്ഞ തവണത്തേതിലും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ LDF ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിടുന്നു. പി സന്തോഷ് കുമാർ MP നമ്മളോട് പറഞ്ഞത് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മൂന്നാം LDF സർക്കാർ ഉറപ്പാണ് എന്ന് പറയുമ്പോൾ VD സതീശന്റെ വനവാസത്തിന് കൂടി വഴിയൊരുക്കുകയാണ്. അവിടെ പറവൂരിൽ VD സതീശന് അതിശക്തമായ മത്സരം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ CPI-യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അവിടെ ടൈസൺ മാസ്റ്ററാണ് മത്സരിക്കുന്നത്. ടൈസൺ മാസ്റ്റർ ഇത്തവണ വലിയ വിജയം നേടും എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടിയാണ് പി സന്തോഷ് കുമാർ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. കൃഷ്ണേന്ദു.